ബിതിൻ്റെ കൂടെ ചെയ്ത ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ അളവ് കണ്ടിട്ടെ ഞാൻ തന്നെ തെറ്റിപ്പോയി. ഇത് ഞങ്ങൾക്ക് ഭ്രാന്തായതാണോ ഇനി ലൈക്ക് അടിച്ചവർക്ക് ഭ്രാന്തായതാണോ എന്നറിയത്തില്ല. ഏതായാലും നല്ല ലൈക്ക് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ മാരാരിക്കുളം വരെ പോകേണ്ട ആവശ്യമുണ്ട്. റോഡെല്ലാം മൊത്തം കുത്തിപ്പൊളിച്ചൊക്കെ ഇട്ട് പണി നടക്കുന്നതിനാൽ ട്രെയിൻ യാത്രയാണ് സൗകര്യം. അതിനാൽ ട്രെയിനിൽ കയറി. അപ്പോൾ ഞാൻ കരുതി ദൃശ്യങ്ങളൊക്കെ കുറച്ച് പകർത്താം. ട്രെയിൻ യാത്രാ അനുഭവം നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ പങ്കുവെക്കാമെന്ന് കരുതി. ട്രെയിനിൽ കയറിയ സമയത്ത് നല്ല വെയിലായിരുന്നു. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ നല്ല ശക്തിയായ മഴയും വന്നു. കാലത്തിൻ്റെ മാറ്റമായിരിക്കാം. വെയിലെപ്പോഴാ മഴ എപ്പോഴാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാതായിരിക്കുന്നു. ഓരോരോ സ്റ്റേഷനുകൾ കഴിയും തോറും ആകാശം മേഘാവൃതമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മഴയുടെ ആധിക്യം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന വിധം തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ മൊത്തം കസ്റ്റമറെ കാണണം, കസ്റ്റമർക്ക് മെഷീൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കി പുതിയൊരു മെഷീൻ വാങ്ങിക്കാൻ അവരെ പ്രൊമോട്ട് ചെയ്യിക്കണം. അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ലക്ഷ്യം. കസ്റ്റമർ ഒരു കാരണവശാലും മെഷീൻ വാങ്ങിക്കില്ല, ആ പഴയ മെഷീൻ എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്താഗതിയിലുള്ള ഒരു കസ്റ്റമറാണേ. അങ്ങനെയുള്ള ഒരു കസ്റ്റമറെ നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന അത്ര പ്രായോഗികമായ കാര്യമല്ല. ഞാൻ ആ വഴിയിലെ കാഴ്ചകളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ച് നിർത്തി. കസ്റ്റമറുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അവിടെ ചെന്ന് മെഷീൻ അഴിച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. കാര്യം അത് 7 കൊല്ലം പഴക്കമുള്ള മെഷീനാണ്. മുൻപ് ഈ പാസഞ്ചർ ട്രെയിന് ഏകദേശം ഒരു 8:30 എടുക്കുന്ന ട്രെയിനായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മുൻപ് സ്ഥിരം ഒരു ട്രെയിൻ യാത്ര നടത്തുന്ന ഒരാളായിരുന്നേ. നമ്മൾ സീസൺ ടിക്കറ്റ് എടുത്തിട്ട് ട്രിവാൻഡ്രത്ത് പോയിട്ടുള്ള ആദ്യ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുത്തു ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ. ഈ 8:30 ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരശുറാം എക്സ്പ്രസ് 8:20 വരും. അതിൻ്റെ ഒരു കണക്ഷൻ ട്രെയിൻ പോലെയായിരുന്നു ഇത് പൊക്കോണ്ടിരുന്നത്. ഇതിപ്പം 8:50 ആക്കിയത് എത്ര കാലം മുമ്പ് മുതലാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈയിടെയായിട്ട് ട്രെയിനിൽ അങ്ങനെ വലുതായിട്ട് സഞ്ചരിക്കാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ സമയക്രമം മാറ്റിയതൊന്നും നന്നായിട്ട് മനസ്സിലാവുന്നില്ല. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എത്തിയായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് അമ്പലപ്പുഴ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അമ്പലപ്പുഴയിൽ നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഏറ്റവും മെയിനായിട്ട് ഓർമ്മയിലോട്ട് വരുന്നത്. ആലപ്പുഴ നമ്മൾ ഈ സഞ്ചരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു വലിയ സ്റ്റേഷനാണ്. അവിടെ നിർത്തിയതിന് ശേഷം കുറച്ച് സമയം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് എത്തിയപ്പോൾ തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ട ഒരു പയ്യൻ അവൻ്റെ സ്റ്റോപ്പ് എത്തിയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവൻ ചാടി ഇറങ്ങുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ച് ബസ് കയറി വന്നാലും നഷ്ടമില്ല. ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് വലിയ അപകടമാണെന്നുള്ള വിവരം അവർക്കും അറിയാം. ഇവരെ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ചെറുപ്പക്കാരല്ലേ, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരല്ലേ. നമ്മൾ ഉപദേശിച്ചാലും അവരത് കേൾക്കുമോ എന്നുള്ളതും സംശയമാണ്. മാരാരിക്കുളത്തെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ ഒരു കുഞ്ഞ് അതിഥിയും അതിൻ്റെ അമ്മ അതിഥിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അതിഥികളുടെ കടി കിട്ടി പണി വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് അതിഥി എന്നൊന്നും പറയുന്നത് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ജീവനല്ലേ. പോയി കസ്റ്റമറെ കണ്ട് മീറ്റ് ചെയ്തത് ഏകദേശം കച്ചവടം ധാരണയായതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ എൻ്റെ കൂടെ വേറൊരു സുഹൃത്തുകൂടെ ഉണ്ടായിരുന്നേ. സുഹൃത്തിന് പേരും വിവരങ്ങളും ഒന്നും പറയുന്നത് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയില്ല. ജസ്റ്റ് ആ ആംബിയൻസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഒരു മുള വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. അത്ര കണ്ട് അതിൻ്റെ തണ്ട് വലുതാകാത്ത തരത്തിലുള്ള കാഴ്ചയ്ക്ക് മനോഹരമായ മുളയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്നത് എനിക്ക് പണ്ടും വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ആദ്യകാലം തൊട്ടേ നല്ല ക്യാമറ ഉള്ള ഫോണുകൾ വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിരുന്നു. N70 ഇറങ്ങിയ സമയത്ത്
അത് ഞാൻ വാങ്ങിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ മുകേശൻ നായരൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് 2 വീരഭദ്രനെ അകത്താക്കിയതിന് ശേഷം കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഈ ബാറിലെ ഫുഡ് അതിഗംഭീരമാണ്. നല്ല നല്ല ഭക്ഷണവും നല്ല റേറ്റും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല ഒരു ആംബിയൻസും. സാധാരണ നിലയിൽ നമ്മൾ ഇത്രയും സെറ്റപ്പിലുള്ള ബാറിലൊക്കെ ഭയങ്കരമായ ചാർജാണ്. ഇവിടെ അങ്ങനെ ഒരു ചാർജ് ഉള്ളതായിട്ട് തോന്നിയില്ല. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ട്രെയിൻ പിടിച്ച് ഞാൻ തിരിച്ച് വീടെത്തിയപ്പം നമ്മുടെ നാട്ടിൽ 28 ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കാളത്തലയും കൊണ്ടുള്ള ഘോഷയാത്രയാണ്. ഇത് വന്നിട്ട് നമ്മൾ മാമ്പ്രക്കന്നേൽ ഭാഗത്ത് കെട്ടുന്ന കെട്ടുകാളയുടെ തലയാണ്. ഓണാട്ട് കതിരവൻ എന്നാണ് ഈ ഋഷഭ വീരൻ്റെ പേര്. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരമായി മാറിയിട്ട് ഏറെ നാൾ തന്നെ ആയിരിക്കുന്നു. ഇത് ഫസ്റ്റ് പ്രൈസ് അടിക്കണമെന്നാണ് എന്നെപ്പോലെ എൻ്റെ നാട്ടുകാരും വിചാരിക്കുന്നത്. ഓരോ ഉത്സവങ്ങളും ഓരോ മത്സരങ്ങളായി മാറുമ്പം ആ മത്സരങ്ങളിലെ വിജയിയാകുക എന്നുള്ളത് ഏതൊരു കാള പ്രേമിയുടെയും കാള നിർമ്മാണ ആൾക്കാരുടെയും ആഗ്രഹം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നാട്ടുകാരുടേതും അതത് നാട്ടിലുള്ള കാള ഫസ്റ്റ് പ്രൈസ് അടിച്ച് കാണണമെന്നൊക്കെ ഉള്ളത് പൊതുവെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാളയാണ് ഫസ്റ്റ് അടിച്ചതെന്നൊക്കെ കേൾക്കുമ്പോഴേ. പിന്നെ നാട്ടിലുള്ള എവിടെയുള്ള കെട്ടുകാഴ്ചയായാലും അത് പോയി കാണുക, അവിടുത്തെ മേളങ്ങളും കാര്യങ്ങളും ഒക്കെ പരസ്പരം ചർച്ച ചെയ്യുക, ഓരോ കാളയുടെ കൂട്ടത്തിലുള്ള ഘോഷയാത്രയുടെ കൂട്ടത്തിലുള്ള കെട്ടുകാഴ്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ വിപുലമാക്കുന്നതിന് ഓരോ സംഘാടകരും അകമെഴിഞ്ഞ് പരിശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇതിനു വേണ്ടി വരുന്ന ചിലവ് പിരിച്ചെടുക്കുകയും അതിനുവേണ്ടിയുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. ചിലയിടത്തൊക്കെ കടത്തിൻ്റെ പുറത്ത് വരെ ഈ പരിപാടി നിർത്താതെ നടത്തുന്നതായിട്ട് നമ്മുടെ അറിവിലുള്ളത്. ഇതൊരു സന്തോഷത്തിൻ്റെയും ഒരു ജനതയുടെ ആഗ്രഹത്തിൻ്റെയൊക്കെ ഭാഗമാണ്.